ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, ഈ മഹഫിൽ അറബീഹിന്റെ വേദിയിൽ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാനാണ് ഞാനിവിടെ വന്നത്. പ്രവാചക ചരിത്രത്തിലെ പ്രസിദ്ധമായ ഹിജ്റക്ക് മുൻപുണ്ടായ സംഭവബഹുലമായ ചരിത്ര പുസ്തകത്തിൽ നിന്നും ചെറിയൊരു കഥയുടെ പേര് പ്രവാചകർ, പ്രശ്നപരിഹാരങ്ങളുടെ കോടതി. പണ്ട് പണ്ടേ അറബികൾക്കിടയിൽ തൽപോരിമയും തറവാട് മഹിമയും ഗോത്രവർഗ സമവാക്യങ്ങളും കൊടികുത്തി വാഴുന്ന കാലം. ഞങ്ങളാണെന്നവരെന്നും മഹത്വമുള്ള ഗോത്രക്കാരെന്നും ഓരോരുത്തരും മേനി നടക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും സംഘർഷങ്ങൾ വരെ പതിവാകം ചെയ്തിരുന്ന മക്കൾക്കിടയിൽ അന്നൊരു ദിവസം വലിയ തർക്കം ഉടലെടുത്തു. മക്കയിലുണ്ടായിരുന്ന വലിയ വെള്ളപ്പൊക്കം കാരണം കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കഅബ പുതുക്കി പണിയാൻ മക്കക്കാർ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ കഅബ പുതുക്കി പണിയാൻ പങ്കാളികളായി. ചിലർ കല്ല് ചുമക്കുന്നു, മറ്റു ചിലർ മണ്ണ് കൊണ്ടുവരുന്നു, ഒരു കൂട്ടർ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു. പടവരുന്നത് ഭംഗിയായി കഅബ പടുത്തുയർത്തുന്നു. അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം അവസാന ഘട്ടമെത്തിയപ്പോഴല്ലേ നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. കഅബയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സ്വർഗീയ കല്ല് അതിനെ സ്ഥാനത്ത് ആര് സ്ഥാപിക്കും? അവർക്കിടയിൽ തർക്കമായി. ഓരോ ഗോത്രക്കാരും ഞങ്ങളാണ് ഹജറുൽ അസ്വദ് സ്ഥാപിക്കാൻ അർഹരെന്ന് പറഞ്ഞ് രംഗം വഷളാക്കി. ഞാൻ വെക്കാം ആരും വിട്ടുകൊടുക്കുന്നില്ല. പലരും പല പോൺവഴികളും പറഞ്ഞെങ്കിലും ആരും സ്വീകരിച്ചില്ല. തർക്കം ഊർജിച്ച് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുമെന്ന് ഘട്ടം വന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന ഒരാൾ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇന്ന് കഅബയിലേക്ക് ആദ്യം വരുന്ന ആളെ നമുക്ക് മധ്യസ്ഥനാക്കാം. അദ്ദേഹം പറയുന്ന എന്ത് പരിഹാരവും നാം സ്വീകരിക്കാൻ തയ്യാറാവണം. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. ഇനി ആദ്യം കഅബയിലേക്ക് വരുന്നത് ആരായിരിക്കും? ഓരോരുത്തരും പ്രതീക്ഷയോടെ വൈരത്തിൽ കണ്ണു നട്ടിക്കുകയും കുറച്ചു സമയത്തിനകം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. അവിടെ കൂടിയവരെല്ലാം മുത്തനബിയോട് നടന്ന സംഭവങ്ങളെല്ലാം ശ്രദ്ധീകരിച്ചു. എല്ലാം ക്ഷമയോടെ കേട്ടതിനു ശേഷം തങ്ങൾ ഒരു വിരിപ്പ് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ആ വിരിപ്പ് നിലത്ത് വരിച്ച് ഹജറുൽ അസ്വദ് ബഹുമാനപൂർവ്വം അതിലേക്കെടുത്ത് വെച്ചു. ശേഷം ഓരോ ഗോത്രക്കാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് ആ വിരിപ്പിന്റെ ഓരോ അറ്റത്തും പിടിച്ചു പൊക്കാൻ കൽപ്പിച്ചു. മുഴുവൻ ആളുകളും പൊക്കിയ ഹജറുൽ അസ്വദ് മുത്തിനവിടെ കരങ്ങൾ കൊണ്ട് അതിനെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും എല്ലാവർക്കും സന്തോഷമായും ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, ഇത്രയും വലിയ തർക്കം എത്ര നിസ്സാരമായാണ് തങ്ങൾ പരിഹരിച്ചത്. എന്ത് കൊഴിഞ്ഞ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന കോടതി കൂടിയാണ് നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.